ഹായ് ഹലോ എല്ലാവർക്കും ഷെറൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പനീർ ഗീ മസാലയാണ്. അതിന് വേണ്ട സാധനങ്ങൾ പനീർ, പിന്നെ സവാള, 2 സവാളയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്, പിന്നെ തക്കാളി, ചെറിയ 2 തക്കാളി, പിന്നെ 2 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, പിന്നെ അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടേക്കണം. ഒരു അര-മുക്കാൽ മണിക്കൂറെങ്കിലും നന്നായിട്ട് അത് വെള്ളത്തിലിട്ട് കുതിരാൻ വച്ചേക്കണം. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല. ഞാൻ ഹരിമയുടെ പനീർ ബട്ടർ മസാലയാണ് ഉപയോഗിച്ചേക്കുന്നത്, നല്ലതാണ്. പിന്നെ കസ്തൂരി മേത്തി, ഉപ്പ്, പിന്നെ കോൺഫ്ലവർ ഒരു 2 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം നെയ്യ് ചേർക്കാം. നെയ്യ് ചൂടാകുമ്പോൾ നമ്മൾ അതിലേക്ക് സവാള ചേർക്കും. സവാള അത്യാവശ്യം ചെറുതായിട്ട് അരിയണം. പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് കരിയാനും ഒന്നും പാടില്ല, ഒരുപാട് മൂത്ത് പോകാനും പാടില്ല, ഒരുപാട് കരിയാനും പാടില്ല. ഒരു മീഡിയം സൈസിൽ അതായാൽ മതി. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതും കൂടെ ചേർക്കുക. നന്നായിട്ട് ഇളക്കണം. ഈ സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പ് അരച്ചെടുക്കാം. മിക്സിയിൽ നന്നായിട്ട് അത് അരയ്ക്കണം, നല്ല പേസ്റ്റ് പോലെ നന്നായിട്ട് അരയ്ക്കണം അത്. ആ സമയത്ത് ഉള്ളി നമ്മൾ അടുപ്പിൽ വെച്ചേക്കുന്നത് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. കണ്ടില്ലേ, ഇത് ഇപ്പോൾ അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണാണ്, ചേർക്കേണ്ടത് പനീർ ബട്ടർ മസാലയാണ്. അത് ഞാൻ കുറച്ച് ഇപ്പോൾ ചേർത്തിട്ടുള്ളൂ, 1 സ്പൂണോളം ചേർത്തു. അടുത്ത് പിന്നെ ചേർക്കും. പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലായിടത്തും പറ്റണ പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ നെയ്യ് ചേർക്കാം. നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളി ഒരുപാടാവാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ ഒരു പുളി പോലെ ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ ചെറിയ 2 തക്കാളി എടുത്തേക്കുന്നത്. പനീർ ബട്ടർ മസാലയ്ക്ക് വേണ്ടി ആവശ്യമുള്ള സാധനമാണല്ലോ പനീർ എന്ന് പറഞ്ഞേക്കുന്നത്. ഞാനിവിടെ ഒരു ചെറിയൊരു പാക്കറ്റ് അമുലിൻ്റെ പനീറാണ് മേടിച്ചേക്കുന്നത്. അത് ഇതുപോലെ നീളത്തിലരിഞ്ഞു. കുറച്ച് ഉപ്പും മുളക് പൊടിയും ചേർത്ത് അത് ഒന്ന് നന്നായിട്ട് അതിൽ പിടിപ്പിക്കുക. ആ സമയത്ത് നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചെയ്യാവുള്ള നിങ്ങൾ ഓർക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് നമുക്ക്
അണ്ടിപ്പരിപ്പ് അരയ്ക്കാനും മറ്റത് മാരിനേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് പോവാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 4 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. വീണ്ടും പാനിൽ നമ്മൾ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും ഒക്കെ ഇട്ട് വഴറ്റിയത് നമ്മൾ കോരിയെടുത്തു. ഇനി ഇതിലേക്ക് വീണ്ടും നെയ്യ് ഒഴിച്ച് അതിലേക്ക് പനീർ ഇടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ മുളക് പൊടിയും ഉപ്പും അതിൻ്റെ മീതെ പുരട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം ആ ഒരു പനീറിന് ഈ പറഞ്ഞ ടേസ്റ്റൊന്നും അതിനകത്ത് ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് നമ്മൾ അതിൻ്റെ കൂടെ പുരട്ടി വെക്കുന്നത്. സാധാരണ ആരും അങ്ങനെ ചെയ്യാറില്ല, ഡയറക്റ്റായിട്ടങ്ങ് ഇടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാനിത് കുറച്ച് നേരം നെയ്യിൽ മൂപ്പിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്. ഇപ്പോഴും ഞാൻ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വച്ചേക്കുന്നത്. നിങ്ങൾ ഇതുപോലെ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല, ലോ ഫ്ലെയിമിൽ തന്നെ ഇത് ചെയ്യണം. ഇല്ലെങ്കിൽ പനീറിന് അടുക്കി പിടിക്കാനോ അല്ലെങ്കിൽ കരിയാനോ അല്ലെങ്കിൽ അതിൻ്റെ ബ്രൗൺ കളറാവാനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ പിന്നെ വെച്ചിട്ട് നിങ്ങൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണമെന്നില്ല, കാരണം ആവശ്യത്തിന് നെയ്യുണ്ടല്ലോ, അടിയിൽ പിടിക്കുകയൊന്നുമില്ല. ഈ സമയത്ത് നമുക്ക് ആ ഉള്ളിയും തക്കാളിയും കൂടെയുള്ള നമുക്ക് അരച്ചെടുക്കുകയും ചെയ്യാം. നേരത്തെ ഞാനൊരു സാമ്പാറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെയാണ് ഈ പനീർ ഗീ മസാല. ഇവിടെ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളിൽ നിന്ന് വരുമ്പം ഇന്നത് ഉണ്ടാക്കിയോ എന്ന് ചോദിക്കും. ഞങ്ങൾ എന്നൊന്നും ഉണ്ടാക്കാറില്ല, പക്ഷേ വല്ലപ്പോഴും ഒരു ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഇതുണ്ടാക്കി കൊടുക്കും. അവന് അത്രയ്ക്ക് ഇഷ്ടമാണിത്. പിന്നെ പനീർ അറിയാമല്ലോ, ഗുണമുള്ള സാധനമാണ്. അപ്പം കൊടുക്കാനും ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അവന് ഇപ്പോൾ ഹോട്ടലിലോ മറ്റോ കഴിക്കുകയാണെങ്കിൽ പനീർ ബട്ടർ മസാല ആക്കി അപ്പുറം വേറൊരു ഓപ്ഷൻ ഇല്ല. അതില്ലെങ്കിൽ അവൻ കഴിക്കത്തില്ല. ഇപ്പോൾ രാവിലെയൊക്കെ ചിലപ്പോൾ എല്ലാ ഹോട്ടലും കിട്ടിക്കൊള്ളുന്നില്ല. അങ്ങനെയാണെങ്കിൽ ദോശ കൊടുത്താലും കഴിക്കില്ല. ഉച്ചയ്ക്ക് ഞാനിത് കഴിച്ചോളാം എന്നാണ് പറയുന്നത്. അതായി വരുന്നുണ്ട്. നമുക്ക് തക്കാളിയും ഉള്ളിയും കൂടെ വഴറ്റിയത് അരച്ചെടുക്കാം. അത് നന്നായിട്ട് അരയണം. അതിനകത്ത് ഇഞ്ചിയും നമ്മൾ വെളുത്തുള്ളി കിട്ടണല്ലോ, അതെല്ലാം നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. ഇതിപ്പോൾ പനീർ ആയിട്ടുണ്ട്. നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇല്ല, അതിന് ഞാൻ കുറച്ച് നേരം വെച്ചെങ്കിൽ ലോ ഫ്ലെയിമിലായതുകൊണ്ട് അത് കരിഞ്ഞിട്ടൊന്നുമില്ല. ഇനി അല്പം ജീരകം ഇടാം. ഒരു 2 നുള്ളു ജീരകമാണ് ഇട്ടേക്കുന്നത്. ഇനി അതിലേക്ക് പച്ചമുളക് ഇടാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വച്ചിരുന്ന തക്കാളിയും സവാളയും ഇതിനകത്തേക്ക് ചേർക്കാം. പല പല വീഡിയോസ് കണ്ടിട്ട് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. എനിക്ക് പേടിയായിരുന്നു ഇത് ഇഷ്ടപ്പെടുമെന്ന്. ഭാഗ്യത്തിന് ആരും കുഴപ്പമൊന്നും പറഞ്ഞില്ല. കുഞ്ഞിന് ഇഷ്ടപ്പെടുകയും ചെയ്തു. വെള്ളം ചേർക്കണം. വെള്ളം ആവശ്യത്തിന്. ഞാനിവിടെ ഏകദേശം 1.5 ഗ്ലാസോളം, ചെറിയ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസോളം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഉപ്പിടണം. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന്.
പിന്നെ ഞാൻ നേരത്തെ മാറ്റി വെച്ച കുറച്ച് പനീർ ബട്ടർ മസാല ഉണ്ടല്ലോ, അതും കൂടെ ഇവിടെ ചേർക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം പനീർ അതിലേക്ക് ഇടാം. ഞാൻ പനീർ ബട്ടർ മസാല ഈ കൂട്ടിൽ കിടന്നിട്ട് നന്നായിട്ട് വേവും, അതുമായിട്ട് നന്നായിട്ട് മിക്സ് ആവും ഇത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം അതിലേക്ക് ഇടണം. നമ്മൾ കോൺഫ്ലോർ കലക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഈ സമയത്താണ് നമ്മൾ ചേർക്കുന്നത്. കോൺഫ്ലോർ ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അത് ഈ വെള്ളം കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ പാകം ശരിയല്ലെങ്കിലോ നമുക്ക് ഈ കട്ടിയാകാനായിട്ട് നമുക്ക് ഈ കോൺഫ്ലോർ ചേർക്കാം. ഞാനിപ്പോൾ ഏകദേശം 3 സ്പൂണോളം കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല കട്ടിയായി വരുന്ന കണ്ടില്ലേ, നല്ല കുറുകുറാന്നായിട്ടുണ്ട് ഇപ്പോൾ. ഇനി ചേർക്കുന്നത് അണ്ടിപ്പരിപ്പ് അരച്ചതാണ്. അതൊരു ഇച്ചിരി അവസാനം നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ബാക്കി ഫുള്ള് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് കലക്കുക. അതിൻ്റെ ആ നിറമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി കസ്തൂരി മേത്തി നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മി പൊടിച്ച് അതിനകത്തേക്ക് ചേർക്കുക. നന്നായിട്ട് ഇളക്കുക. നമ്മുടെ പനീർ ഗീ മസാല തയ്യാറായി കഴിഞ്ഞു. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുക, അഭിപ്രായം പറയുക. ഓക്കെ, ബൈ.